ഏറെ സ്നേഹമുള്ള വിശ്വാസിനികളെ, സഹോദരി സഹോദരന്മാരെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ കൽപ്പനാ നിർദ്ദേശങ്ങൾ ജീവിതത്തിൻ്റെ രഹസ്യ പരസ്യ മേഖലകളിലെല്ലാം അവനെ യഥാവിധം സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കണമേ എന്ന് സ്വന്തത്തെ മറക്കാതെ നിങ്ങളെ ഓരോരുത്തരെയും ഓർമ്മപ്പെടുത്തുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവനെ യഥാവിധം സൂക്ഷിച്ച് ജീവിക്കുന്ന യഥാർത്ഥ മുത്തഖീങ്ങളിൽ നമ്മെ ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. വിശുദ്ധ റമദാനിൻ്റെ അവസാന പത്തിലേക്കും നമ്മൾ പ്രവേശിച്ചിരിക്കുകയാണ്. ഏതാനും കുറഞ്ഞ ദിവസങ്ങൾ അല്ല, കേവലം ചില മണിക്കൂറുകൾ മാത്രമാണ് നമുക്ക് ബാക്കിയുള്ളത്. ആ ദിവസങ്ങളെ ഏറ്റവും നല്ല രീതിയിൽ പരിപൂർണമായി ഉപയോഗപ്പെടുത്താൻ അള്ളാഹു നമുക്ക് ഏവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇമാം ഇബ്നുൽ ജൗസി റഹിമഹുല്ലാഹു തആല അദ്ദേഹം പറയുന്ന ചില വാക്കുകൾ കാണാൻ സാധിക്കും. ഇന്നൽ ഖൈല ഇദാ ശാറഫത നിഹായത്തുൽ മുഹ്മാർ ബിദല്ലത്ത് ഖസാരി ജുഹദിഹാ തുഖൂൽ ബിസ്സബാബ്. ഒരു കുതിരയെ അതിൻ്റെ ഒരു മത്സരത്തിൽ പങ്കെടുപ്പിക്കുകയായാൽ അതതിൻ്റെ ഏറ്റവും ശക്തമായ പ്രകടനം കാഴ്ചവെക്കുക അതിൻ്റെ അവസാനത്തിലാണ്. തൻ്റെ സർവശക്തിയും ഉപയോഗിച്ചുകൊണ്ട് അത് മുന്നോട്ട് കുതിക്കുക, അതിൻ്റെ ഫിനിഷിംഗ് പോയിന്റിലേക്ക് എത്തുന്ന സന്ദർഭത്തിലാണ്. എന്നിട്ട് അദ്ദേഹം പറയുകയാണ്, ഫലാ തകുനിൽ ഖൈല അഫ്ളു മിൻക. ഒരു കുതിരയേക്കാൾ മോശമായ അവസ്ഥയിലേക്ക് മനുഷ്യ നിങ്ങൾ മാറിപ്പോകരുത്. ഒരു കുതിരക്ക് ഒരു ബുദ്ധിയില്ലാത്ത, ഒരു വകതിരിവില്ലാത്ത ഒരു കുതിരക്ക് പോലും നിന്നേക്കാൾ ബുദ്ധിയുള്ള, ചിന്തിക്കാൻ ശേഷിയുള്ള മനുഷ്യ, ആ മനുഷ്യനേക്കാൾ ഉന്നതിയിലേക്ക് കുതിരയെ ഉയർത്താൻ നീ സമ്മതിക്കരുത് എന്ന് ഇമാം ഇബ്നുൽ ജൗസി റഹിമഹുല്ല പറയുന്നതായി നമുക്ക് കാണാൻ സാധിക്കും. പലപ്പോഴും റമദാൻ 1 മുതൽ ഇത്രയും ദിവസങ്ങൾ ധാരാളമായി കർമ്മങ്ങളൊക്കെ ചെയ്ത് ഒരു വേള ഒന്ന് തോന്നിയേക്കാം ഇനി ഒരു വിശ്രമമൊക്കെ ഒന്ന് ആകാം. എത്രയോ കർമ്മങ്ങൾ ഞാൻ ചെയ്തല്ലോ, ഒരല്പം അതൊന്നും ഒരു പ്രശ്നമില്ല എന്ന് നമുക്ക് തോന്നിപ്പോയാൽ, സഹോദരങ്ങളെ, അവിടെ ഒരു പുനർചിന്തക്ക് നമുക്ക് ആവശ്യമുള്ള ഒരു വാക്കുകളാണ് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത്. ശൈഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ റഹിമഹുല്ല അദ്ദേഹം പറയുന്നതിൽ കാണാൻ സാധിക്കും, അൽ ഇബ്റത്തു, കാര്യങ്ങൾ പരിഗണിക്കപ്പെടുക എന്നുള്ളത് ബികമാലിൻ നിഹായത്തി വലാ ബിനഖ്സിൽ ബിദായാത്ത്. നിങ്ങളെ തുടക്കത്തിൽ എന്തൊക്കെയോ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടാകാം. റമദാൻ 1 തുടങ്ങിയ സന്ദർഭത്തിൽ എല്ലാവരും റമദാനിൻ്റെ 1 റമദാനിലേക്ക് എത്തിയല്ലോ എന്ന് കരുതി എല്ലാവരും ചെയ്തപ്പോൾ നിങ്ങളും കുറെ എന്തൊക്കെ ചെയ്തിട്ടുണ്ട്. കർമ്മങ്ങൾ, ഖുർആൻ പാരായണം ചെയ്തിട്ടുണ്ട്, 5 വഖത്ത് നിസ്കാരത്തിന് ഒരു കണിശത പുലർത്തിയിട്ടുണ്ട്, നോമ്പൊക്കെ കൃത്യമായിട്ടെല്ലാം അനുഷ്ഠിച്ചിട്ടുണ്ട് എന്നതെല്ലാം തുടക്കത്തിൽ നിങ്ങൾക്കുണ്ടായിരുന്നു. പക്ഷേ അവസാനത്തിലേക്ക് അത് കുറഞ്ഞു പോയിട്ടുണ്ടോ? അദ്ദേഹം പറയുകയാണ്, നിങ്ങളുടെ തുടക്കത്തിലെ അപൂർണതകളല്ല, അവസാനത്തിലെ പൂർണ്ണതകളാണ് നിങ്ങളെ പരിഗണിക്കുക എന്നാണ്. അള്ളാഹുവിങ്കൽ പരിഗണിക്കപ്പെടുക നിങ്ങൾ ആരായിരുന്നോട്ടെ, നിങ്ങൾ മരണപ്പെടുമ്പോൾ നിങ്ങൾ ആരാ, അതാണ് അള്ളാഹ് പരിഗണിക്കുക. ആ സമയത്ത് നിങ്ങൾക്ക് എന്തെല്ലാം നല്ല കർമ്മങ്ങൾ ചെയ്യാനായി സാധിച്ചിട്ടുണ്ടോ, ആ കർമ്മത്തിലായി നിങ്ങൾക്ക് വിയർപ്പ് തുള്ളികളായി മരണപ്പെടാൻ നിങ്ങൾക്ക് സാധിച്ചിട്ടുണ്ടോ, അതാണ് ഏറ്റവും നല്ല കാര്യം. ആ ഒരു അവസ്ഥയിലേക്ക് മാറാൻ നമുക്ക് സാധിക്കണം. എല്ലാം കഴിഞ്ഞല്ലോ, ഇനിയൊന്നൊരല്പം വിശ്രമിക്കട്ടെ എന്നുള്ളത് അത് സലഫുകൾക്ക് യോജിച്ച കാര്യമല്ല. അവരുടെ സലഫുകളുടെ ജീവിതം പരിശോധിച്ചാൽ അങ്ങനെ ഒരു വാക്കെന്നെ കാണൂല. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സഹാബികളിൽപ്പെട്ട അബൂ മൂസൽ അശ്അരി റളിയല്ലാഹു അൻഹു, അദ്ദേഹത്തിന്റെ ചരിത്രത്തിൽ കാണാൻ സാധിക്കും, അദ്ദേഹത്തിന് മരണത്തോട് അടുത്തിട്ടുണ്ട്. ഏകദേശം മരണം അടുത്തെത്തിയ സന്ദർഭത്തിലും അദ്ദേഹത്തെ കുറിച്ച് പറയുന്നത് കാണാൻ സാധിക്കും, ഇജ്തഹദ അബൂ മൂസൽ അശ്അരി ഖബ്ല മൗതിഹി. അദ്ദേഹത്തിന്റെ മരണം അടുത്തു എന്ന് അദ്ദേഹത്തിന് ബോധ്യമായ സന്ദർഭത്തിൽ ആ സമയത്തെല്ലാം അദ്ദേഹം ഇജ്തഹദന, കഠിനമായി പരിശ്രമിക്കുമായിരുന്നു. പലപ്പോഴും വയസ്സായാലും താടിയൊക്കെ ഒന്ന് നരച്ചു തുടങ്ങിയാൽ ആളുകൾക്ക് ചിന്തിക്കും, ഇനിയിപ്പോൾ വീട്ടിലിരുന്നാലും കുറച്ച് കുഴപ്പമില്ല, ഞാൻ എത്രയോ ചെയ്തിട്ടുണ്ടല്ലോ എന്നാണ്. സലഫുകൾ അങ്ങനെയല്ല, സ്വഹാബാക്കൾ അങ്ങനെയല്ല. ആ സമയത്തും ആ 2 ആളുകളുടെ തോളിൽ കൈയിട്ടെങ്കിലും പള്ളിയിലെത്താൻ സാധിക്കുമെങ്കിൽ അങ്ങനെയെങ്കിലും അവർ പള്ളിയിലേക്ക് എത്തുമായിരുന്നു എന്നാൽ ഇജ്തിഹാദാണ്, കഠിനമായി പരിശ്രമിക്കണം.
അദ്ദേഹത്തിന്റെ ആ പരിശ്രമം കണ്ടിട്ട് ചില ആളുകൾ അദ്ദേഹത്തോട് ചോദിച്ചു, ഫഖീല ലഹു, അദ്ദേഹത്തോട് ചോദിക്കുകയാണ്, ലൗ അംസക്ത ഔ റഫഖത ബിനഫ്സിക ബഅദ റിഫ്ഖ്, നിങ്ങൾക്ക് നിങ്ങളുടെ ശരീരത്തോട് കുറച്ചൊരു റിഫ്ഖ് കാണിച്ചൂടെ? ഒരു ലോലമായ ഒരു സമീപനം നിങ്ങൾക്ക് നിങ്ങളുടെ ശരീരത്തോടൊന്ന് കാണിച്ചുകൂടെ? ഈ വയസ്സാം കാലത്തും എന്തിനാണ് ഇങ്ങനൊക്കെ ഒന്ന് പ്രയാസപ്പെട്ട് ജീവിക്കേണ്ട ആവശ്യം? അള്ളാഹു എത്ര കാര്യങ്ങൾ നിങ്ങൾക്ക് ഇളവ് തന്നിട്ടുണ്ട്. ആ ഇളവൊക്കെ ഒന്ന് സ്വീകരിച്ച് വീട്ടിലിരുന്നൂടെ എന്നാണ് ചില ആൾക്കാർ ചോദിക്കുന്നത്. ഇന്ന് നാട്ടിലെ ആളുകൾ ചോദിക്കും. നാട്ടിൽ പലപ്പോഴും ആളുകൾ ഇങ്ങനെ വയസ്സാം കാലത്ത് പോകുമ്പോൾ ചിലപ്പോൾ പ്രയാസപ്പെട്ടൊക്കെ വരുമ്പോൾ ആളുകൾ ചോദിക്കും, വീട്ടിലൊക്കെ വല്ലാതെ നിസ്കാരത്തിന് പ്രാധാന്യം കൊടുക്കാത്ത ആൾക്കാർ ചോദിക്കും, എന്തിനാ ഇപ്പൊ ഇങ്ങനെ കിടങ്ങാറാവാൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ടോ? ഇങ്ങനെയൊക്കെയാണ് ഒരു ദീനെന്ന് ചോദിക്കും. ഉത്തരാണ് അബൂ മൂസ അശ്അരി റളിയല്ലാഹു അൻഹു അദ്ദേഹം നൽകുന്ന ഒരു ഉത്തരമുണ്ട്. ഇന്നൽ ഖൈല ഇദാ ഉർസില, ഒരു കുതിരയെ അതിന്റെ ഓട്ട മത്സരത്തിന് വേണ്ടി പങ്കെടുപ്പിച്ചാൽ, അതിനെ ഏറ്റവും അവസാനമെത്തിയാൽ, ഫഖാറബത റഅ്സു മജാരിഹ, അതിന്റെ ഫിനിഷിംഗ് പോയിന്റിലേക്ക് എത്തുന്ന സന്ദർഭത്തിൽ, അഖ്റജത് ജമീഅ മാ ഇൻദഹ, അതിന്റെ ശരീരത്തിലുള്ള സർവ്വശക്തിയും എടുത്തുകൊണ്ട് അത് പായും, അത് കഠിനമായിക്കൊണ്ട് ആ പോയിന്റിലേക്ക് കുതിക്കുമെന്നാണ്. ഒരു മനുഷ്യൻ ആ കുതിരയെ പോലെയെങ്കിലും ആകണ്ടേ, ആ കുതിരയേക്കാൾ ഉന്നതിയിലാകണമെന്നാണ് അബൂ മൂസ അശ്അരി റളിയല്ലാഹു അൻഹു പറയുന്നത്. അതുകൊണ്ട് സഹോദരങ്ങളെ, നമുക്കൊരു വിശ്രമത്തിന്റെ സമയം അങ്ങനൊരു സമയമല്ല. സഹാബാക്കൾ ചില ആളുകളൊക്കെ, താബീയിൽപ്പെട്ട ആളുകളോടൊക്കെ ചോദിക്കുന്നുണ്ട്, ചില ആളുകൾ ഇങ്ങനെ ദീന് പഠിക്കാൻ വേണ്ടിയിട്ട് തന്നെ പരിശ്രമിക്കാൻ ഒരു സമയത്തും വിശ്രമിക്കാനായിട്ട് കണ്ടിട്ടില്ല. അപ്പൊ ചില ആളുകൾ ചോദിച്ചു, എന്നാ അപ്പൊ ഇതിനൊക്കെ ഒരു വിശ്രമം ഉണ്ടാകുക? ഒരു സമയത്തെങ്കിലും നിങ്ങൾക്കൊന്ന് വിശ്രമിച്ചുകൂടെ എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം പറയുന്നത്, എന്റെ വിശ്രമം സ്വർഗത്തിൽ ഒന്നാമതായി എന്റെ കാൽപാദം പതിയുന്ന സമയത്ത് മാത്രമാണ് എനിക്കൊരു വിശ്രമമുള്ളതെന്നാണ്. സഹോദരനെ, അപ്പോഴേ വിശ്രമമുള്ളൂ. സ്വർഗത്തിൽ ആ ഒന്നാമത്തെ കാൽപാദം തട്ടി എന്ന് ഉറപ്പിക്കുമ്പോൾ അപ്പോഴേ ഉറപ്പുള്ളൂ. ആ സ്വർഗത്തിലേക്ക് എത്തണ്ടേ, അപ്പോഴേ ഉറപ്പുള്ളൂ എന്നാണ്. സഹോദരനെ, ഈ കേരളത്തിൽ കഴിഞ്ഞു പോയ കാലങ്ങൾക്ക് ധാരാളം തൗഹീദിന്റെ ശബ്ദം എത്തിച്ച സക്കരിയ സ്വലാഹി റഹിമഹുല്ലാ, അദ്ദേഹത്തിന്റെ ജീവചരിത്രം, അദ്ദേഹം മരണപ്പെട്ടു പോയപ്പോൾ ഓരോ ആളുകൾ അദ്ദേഹത്തിന് ചില അനുഭവങ്ങൾ, എനിക്ക് അദ്ദേഹത്തോടുള്ള ബന്ധം എന്ന് പറഞ്ഞുകൊണ്ട് ഓരോരുത്തരും അനുഭവങ്ങൾ എഴുതുന്നുണ്ട്. അപ്പൊ ആ കൂട്ടത്തിൽ അദ്ദേഹത്തിന്റെ മകൻ അദ്ദേഹത്തെ കുറിച്ച് പറയുന്ന ചില വാക്കുകൾ ഈ അടുത്ത് വായിക്കാൻ സാധിച്ചിട്ടുണ്ട്. അദ്ദേഹം പറയുന്നുണ്ട്, വാപ്പ 40-ാമത്തെ വയസ്സിൽ, ഞാനൊക്കെ വലുതായിട്ടുണ്ട്, ഞാൻ പഠിച്ച് എൻ്റെ 10ാം ക്ലാസ്സും പ്ലസ് 2 ഒക്കെ ആയ സന്ദർഭത്തിലും വാപ്പ പഠിക്കാൻ പോവാണ്. വാപ്പ ആ സമയത്ത് പഠിക്കാൻ പോവുകയാണ്. വീട്ടിലെ ആളുകളൊക്കെ ചോദിക്കുന്നുണ്ട്, എന്താ സക്കരിയ, എന്റെ പഠിത്തപ്പോഴും തീരൂലേ, ഇപ്പോഴും സൗദിയിലൊക്കെ പോയി കണ്ടിങ്ങനെ പഠിക്കുന്നതാണോ, ഈ പഠിത്തപ്പോഴൊന്ന് അവസാനിക്കാൻ ചോദിക്കുന്നുണ്ട്. സ്വർഗത്തിലെത്തിയാലേ എന്റെ പഠനം അവസാനിക്കുന്നു അദ്ദേഹം പറയുന്നു. സഹോദരനെ, ആ ഒരു മനോഭാവം വേണം. റമളാൻ അവസാനത്തിലേക്ക് എത്തുമ്പോൾ എന്തൊക്കെയോ ഒരു ഊർജത്തിന് നമുക്കൊരു കുറവ് സംഭവിക്കുന്നു എന്ന് മനസ്സിലൊന്ന് തോന്നുമ്പോൾ ആ സ്വർഗം ആലോചിക്കുക, നരകം ആലോചിക്കുക, നമുക്ക് ഓർമ്മ വരും കൃത്യമായി കൊണ്ട് ആ ഒരു ഊർജം നമുക്ക് അതിൽ നിന്ന് ലഭിക്കുമെന്നാണ്. പൊതുവായിട്ട് ഈ റമളാനുകൾ നോക്കുമ്പോൾ 3 തരത്തിലാണ് ആളുകൾ ഉണ്ടാകുന്നത്. റമളാന്റെ ആദ്യം മുതൽ അവസാനം വരെ ഈ ഒരു സന്ദർഭം വരെ നോക്കുമ്പോൾ 3 തരത്തിലാണ് പൊതുവെ ആളുകളുള്ളത്. ഒന്നാമത്തെ ഒരു വിഭാഗം ആളുകൾ എന്ന് പറഞ്ഞാൽ ആ തുടക്കത്തിൽ എങ്ങനെ ഉണ്ടായിരുന്നോ അതുപോലെ തന്നെ കൃത്യമായി കൊണ്ട് അതിനെ കൊണ്ടുവന്ന ആളുകളാണ്. കൃത്യമായി എല്ലാം ഉണ്ട്. അവരെങ്ങനെയായിരുന്നോ ഒന്നാമത്തെ ആ റമളാനിൽ ഉണ്ടായിരുന്നത് അതുപോലെ തന്നെ റമളാനിൽ 5 വഖ്ത് നമസ്കരിക്കാനുണ്ട്, ഖിയാമുൽ ലൈലിൽ നിസ്കരിക്കാൻ അവരുണ്ട്, തറാവീഹൊക്കെ ഏറ്റവും ഉഷാറായിക്കൊണ്ട് അവരുണ്ട്. എല്ലാ കാര്യത്തിനും മുൻപത്തിലാണ്. സഹോദരങ്ങളെ, ഒരാശ്വാസമുണ്ട്. പക്ഷെ അവിടെയും ഭയപ്പെടുത്തേണ്ട ചില നബി വചനങ്ങളുണ്ട്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇന്ന റജുല യഅമൽ തവീല സമാൻ, കാലങ്ങളോളം ചില ആളുകൾ ചില കർമ്മങ്ങൾ ചെയ്തു, സൽക്കർമ്മങ്ങൾ ധാരാളം ചെയ്തു. കർമ്മങ്ങൾ എത്രയോ അവർ ചെയ്തിട്ടുണ്ട്. യഅമലു അഹ്ലുൽ ജന്ന, അവർ ചെയ്യുന്ന എല്ലാ പ്രവർത്തനങ്ങളും സ്വർഗ്ഗക്കാർ എങ്ങനെയാണോ സ്വർഗത്തിലേക്ക് പ്രവേശിച്ചത് അതേ പ്രവർത്തനങ്ങളാണ്. നോമ്പും നിസ്കാരങ്ങളും എല്ലാ കാര്യങ്ങളും അവർ ചെയ്തിട്ടുണ്ട്. പക്ഷേ അവസാനമായപ്പോൾ എന്ത് ചെയ്തു? അല്ലാഹു സുബ്ഹാനഹു വ തആലയിലേക്ക് ചില നരകത്തിന്റെ കർമ്മങ്ങൾ എത്തിച്ചു എന്നാണ്. അവസാന സമയത്ത് അവരിലേക്ക് നരകത്തിലേക്ക് എത്തിക്കേണ്ട ചില കർമ്മങ്ങൾ അവരിലേക്ക് വന്നു, നരകത്തിൽ പ്രവേശിച്ചു. ആശ്വസിക്കാൻ സാധിക്കും സുഹൃത്തുക്കളെ, ഈ കർമ്മങ്ങളൊക്കെ എനിക്ക് വന്നു എന്ന് കരുതി ആ നമസ്കാരത്തിന്റെ അവസാനത്തിൽ, ഈ റമളാനിന്റെ അവസാനത്തിൽ ഒന്ന് പിറകോട്ട് പോയാൽ ഒരു പക്ഷേ നമ്മുടെ കർമ്മങ്ങൾ അത് നരകത്തിന്റെ കർമ്മങ്ങളായി മാറിയാൽ സഹോദരൻ, അതുകൊണ്ട് കൃത്യമായി കൊണ്ട് ആ സമയം നന്നാക്കാൻ, അവസാനം നന്നാക്കാൻ കൃത്യമായി കൊണ്ട് നമുക്ക് ചില ചട്ടകൾ വേണം, ആ ചില പ്രവർത്തനങ്ങൾ നമുക്ക് വേണം. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടത്തിൽ ഒരു സഹാബി അതിശക്തമായി കൊണ്ട് യുദ്ധത്തിൽ പോരാടാൻ, അദ്ദേഹത്തിന്റെ പോരാട്ടം എന്ന് പറഞ്ഞാൽ ആരൊക്കെ മുമ്പിൽ വന്നു അവരൊക്കെ വധിച്ചിടുന്ന, അങ്ങനെ അദ്ദേഹത്തിന്റെ പോരാട്ട വീര്യം കണ്ടുകൊണ്ട് സഹാബാക്കൾ പറയുന്നുണ്ട് അദ്ദേഹം കൊണ്ടുപോയി.
ഈ ഒരു യുദ്ധം അദ്ദേഹം കൊണ്ടുപോയി, എല്ലാ പ്രതിഫലവും അദ്ദേഹം കൊണ്ടുപോയല്ലോ എന്ന് പറഞ്ഞപ്പോ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത് വഹുവ ഫിന്നാർ, അദ്ദേഹം സ്വർഗത്തിലല്ല, അദ്ദേഹം നരകത്തിലാണ്. അത്രയും കാലം അദ്ദേഹം ആ ഒരു ചെയ്ത കർമ്മങ്ങൾ സ്വർഗത്തിന്റെ കർമ്മങ്ങളായിരുന്നു. പക്ഷേ അവസാനത്തിലെത്തിയപ്പോൾ നരകത്തിന്റെ കർമ്മങ്ങൾ സ്വഹാബാക്കൾക്ക് അത്ഭുതമായി. പ്രവാചകൻ ഇനിയിപ്പോൾ ആളെ മാറിയതാണോ, ആളെ മാറിയിട്ട് പറഞ്ഞതാണോ എന്ന് കരുതിയിട്ട് ചില സ്വഹാബാക്കൾ അദ്ദേഹത്തിന്റെ പിറകെ പോയി നോക്കിയപ്പോൾ എന്താ കണ്ടത്? അദ്ദേഹത്തിന്റെ ശരീരത്തിലേറ്റ ചില മുറിവുകളുടെ വേദന സഹിക്കാൻ ശ്രമിക്കാതെ തന്റെ വാൾ മണലിലേക്ക് കുത്തി അതിന്മേൽ കിടന്നുകൊണ്ട് ആത്മഹത്യ ചെയ്തു എന്നാണ്. എന്തുണ്ടായി സഹോദരങ്ങളെ? കാലങ്ങളോളം നന്മയിലായി അവസാനം നരകത്തിലേക്കുള്ള കർമ്മങ്ങളായി മാറിയെങ്കിൽ നമുക്കും അത് സാധിച്ചൂടെ? അള്ളാഹുവിന്റെ വിരലുകൾക്കിടയിലാണ് നമ്മുടെ ഹൃദയം എന്നാൽ ആ ഹൃദയം ഏത് സമയത്തും മാറാം. നമ്മൾ എത്ര നല്ല ആളാണെങ്കിലും ആ കർമ്മങ്ങൾക്ക് മാറ്റം വരാം. അതുകൊണ്ട് നന്മയിൽ മുന്നേറണം. എന്തെങ്കിലും ഒരു കാരണം പറഞ്ഞിട്ട് നന്മയിൽ വിട്ടിക്കല്ല, പള്ളിക്ക് വരാതിരിക്കല്ല. എന്തെങ്കിലും കാരണം ഉണ്ടെങ്കിൽ അതിൽ ന്യായം കണ്ടെത്തണം. എന്നിട്ടും പള്ളിയിലേക്ക് വരാൻ സാധിക്കണം, ആ നന്മയിൽ തുടരാൻ സാധിക്കണം. എന്തെങ്കിലും ഒരു കാരണം പറഞ്ഞ് വിട്ടു നിന്നാൽ അതായിരിക്കും ഒരു പക്ഷെ നമ്മുടെ അവസാനത്തെ സൽക്കർമ്മം. പിന്നീടെല്ലാം നരകത്തിലേക്കുള്ള സൽക്കർമ്മങ്ങളായി മാറിയാൽ ഭയക്കണം സഹോദരങ്ങളെ. എത്രയെത്ര സംഭവങ്ങളാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെയുണ്ടായിരുന്ന വഹിയത്തുകാരനായി അവസാനം എഴുതി കാലങ്ങൾക്ക് ശേഷം അദ്ദേഹം പറയാൻ തുടങ്ങി, ഇതൊക്കെ മുഹമ്മദ് വെറുതെ എഴുതുന്നതാ, ഞാൻ പറഞ്ഞെടുത്തിട്ട് എഴുതുന്നതാണ്, മുഹമ്മദിന്റെ വഹികളൊക്കെയാണ് അദ്ദേഹം പറയാൻ തുടങ്ങി. എന്തുണ്ടായത്? പ്രവാചകൻ അല്ലാഹു സുബ്ഹാനഹു വ തആല അദ്ദേഹത്തെ മറമാടിയ സന്ദർഭത്തിൽ നിന്ന് ഖബറിൽ നിന്ന് പുറത്തേക്കിട്ടു. 3 തവണയാണ് അദ്ദേഹത്തെ മറമാടിയത്. അവിടുന്നെല്ലാം അല്ലാഹു സുബ്ഹാനഹു വ തആല അദ്ദേഹത്തെ പുറത്തേക്കിട്ടു. അള്ളാഹുവിന്റെ കഠിനമായ ശിക്ഷകൾ ഉണ്ടാകുന്ന ആയിഷാ ബീവിയുടെ കൂടെ 18 ആയിഷാ ബീവിയുടെ ദർസിൽ 18 വർഷം പഠിച്ച ആളാണ് ഒരു സഹാബി, ഒരു താബിഈ ഒരു മനുഷ്യൻ. എന്താണ് അദ്ദേഹത്തിന്റെ അവസ്ഥ ഉണ്ടായത്? ഒരു ഖവാരിജത്തായ ഒരു പെണ്ണിനെ കണ്ടു, ആ പെണ്ണിന്റെ സൗന്ദര്യത്തിൽ വീണ് ആ പെണ്ണിനെ കല്യാണം കഴിച്ചു. പിന്നീട് അലി റളിയല്ലാഹു അൻഹുവിനെ വധിക്കാൻ ഗൂഢാലോചന നടത്തിയ ആളുകളുടെ കൂട്ടത്തിൽ ഈ മനുഷ്യനുണ്ടായിരുന്നു. എത്രയോ സൽക്കർമ്മങ്ങൾ ചെയ്തതല്ലല്ലോ സഹോദരങ്ങളുടെ കാര്യം. അതെല്ലാം അവസാനിക്കുമ്പോൾ നമ്മുടെ ഒപ്പമുണ്ടോ എങ്കിലേ നമുക്ക് വിജയമുള്ളൂ എന്നാണ്. അതുകൊണ്ട് സഹോദരങ്ങളെ, നമ്മൾ കുറെ ചെയ്യുന്നല്ല, ചെയ്യുന്ന കർമ്മങ്ങൾ അവസാനം വരെ നമ്മുടെ കൂടെയുണ്ടോ എന്നുള്ളതാണ്. മാത്രമല്ല, ഈ ചെയ്ത കർമ്മങ്ങളൊക്കെ നമ്മൾ എത്രയോ ചെയ്തിട്ടുണ്ട്, അത് അല്ലാഹു സ്വീകരിച്ചിട്ടുണ്ടോ എന്നൊരു ഉറപ്പുണ്ടാകുമ്പോഴല്ലേ അതിനുള്ള കാര്യമുള്ളൂ. എല്ലാ കർമ്മങ്ങളും ചെയ്തു, എല്ലാം അല്ലാഹു അവിടെ തടഞ്ഞു വെച്ചിരിക്കുകയാണെങ്കിലോ സഹോദരങ്ങളെ ചിന്തിക്കണ്ടേ. അതുകൊണ്ടാണ് ഓരോ കർമ്മങ്ങൾ ചെയ്യുമ്പോഴും റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം, റബ്ബേ സ്വീകരിക്കണം റബ്ബേ. ഓരോ കർമ്മങ്ങൾക്കും അവര് അത് പറയുമായിരുന്നു, ചെയ്ത കർമ്മങ്ങളൊക്കെ ഒന്ന് സ്വീകരിക്കണേ റബ്ബേ എന്ന് ആത്മാർത്ഥമായി കൊണ്ട് അവർ പറയുമായിരുന്നു. അതുകൊണ്ട് സഹോദരങ്ങളെ കൃത്യമായി കൊണ്ട് പറയാൻ സാധിക്കും, റബ്ബേ ഞാൻ ചെയ്ത കർമ്മങ്ങളൊക്കെ ചെയ്യാനൊരു തൗഫീഖ് എനിക്ക് തന്നിട്ടുണ്ടല്ലോ, ഇതൊക്കെ ചെയ്തിട്ടുണ്ട്, ചെയ്യാനൊരു തൗഫീഖ് തന്നിട്ടുണ്ടെങ്കിൽ അതുപോലെ റബ്ബേ എന്നിൽ നിന്ന് അത് സ്വീകരിക്കണേ. അതാണ് പ്രാർത്ഥിക്കേണ്ടത്. ചെയ്യാനൊരു അവസരം തന്നിട്ടുള്ള തൗഫീഖ് ഉണ്ടെങ്കിൽ അത് ആ തൗഫീഖ് നൽകിയതുപോലെ ആ കർമ്മങ്ങൾ റബ്ബേ എന്നിൽ നിന്ന് സ്വീകരിക്കണേ എന്നുള്ളൊരു പ്രാർത്ഥന അത് കൃത്യമായി കൊണ്ട് നമുക്കുണ്ടാകണം. അതുകൊണ്ടാണ് സഹാബാക്കൾ പറയുന്ന ചില വാക്കുകളാണ്. ഇബ്നു മസ്ഊദ് റളിയല്ലാഹു പറയുന്നു, എനിക്ക് എൻ്റെ ജീവിതത്തിൽ ഏറ്റവും ഇഷ്ടമുള്ള കാര്യം എന്താ? എൻ്റെ കർമ്മങ്ങൾ കുറെ ചെയ്യാന്നുള്ളതല്ല, എൻ്റെ ഏതെങ്കിലും ഒരു മിസ്കാൽ ദർറത്തിൽ, ഒരു അണുമണി തൂക്കമെങ്കിലും ഒരു സൽക്കർമ്മം അള്ളാഹു എന്നിൽ നിന്ന് സ്വീകരിച്ചു എന്ന് എനിക്കറിയലാണ്. ഏത് കർമ്മം ചെയ്യുന്നതിനേക്കാൾ എനിക്കിഷ്ടം ഞാൻ. അതുകൊണ്ട് സഹോദരങ്ങളെ, ചെയ്ത കർമ്മത്തിന്റെ വലിപ്പം നടിച്ചുകൊണ്ട് ഞാൻ എത്രയോ ഇവിടെ ഖിയാം റമളാൻ നമസ്കരിച്ചിട്ടുണ്ട്, ഞാൻ ഇഅ്തികാഫ് ഇവിടെ മുഴുവനായിട്ടിരുന്നിട്ടുണ്ട്. അതിന്റെ വലിപ്പത്തരത്തിലേക്കല്ല പോകേണ്ടത്. അതെല്ലാം അള്ളാഹു സ്വീകരിച്ചിട്ടുണ്ടോ? എത്ര ചെയ്താലും അതൊക്കെ കുറവായി കൊണ്ട് തോന്നണം. വീണ്ടും വീണ്ടും കർമ്മങ്ങൾ ചെയ്യാൻ നമുക്ക് തോന്നണം. അതാണ് ഒന്നാമത്തെ വിഭാഗം. ധാരാളം ചെയ്തിട്ടുണ്ട്, അതാണ് ഒന്നാമത്തെ വിഭാഗം. രണ്ടാമത്തെ ആളുകൾ തുടക്കത്തിലൊക്കെ തുടക്കത്തിലൊക്കെ എല്ലാവരുടെ കൂടെ ഉഷാറായിട്ടുണ്ടായിരുന്നു. അവസാന പത്തൊക്കെയായപ്പോൾ എന്തൊക്കെയോ ചില കാരണങ്ങൾ മൂലം അതിങ്ങനെ കുറഞ്ഞു വന്നു. എന്താ കാരണം എന്നറിയോ? അവസാന പത്താകുമ്പോഴാണ് കച്ചവടം കൂടുക. കടയിൽ കച്ചവടം കൂടാ സമയത്താണ്. നല്ല ടെക്സ്റ്റൈൽസിലൊക്കെ ഏറ്റവും നല്ല തിരക്കുള്ള സമയം അതാണ്. ചെരുപ്പിന്റെ കടയിലൊക്കെ ഏറ്റവും നല്ല ആളുകൾ തിരക്കുണ്ടാവും ഈ സമയത്താണ്. പെരുന്നാളായി. അപ്പൊ ആ സമയത്ത് എന്ത് ചെയ്യണം? ഞാൻ കടയിലില്ലെങ്കിൽ ഒന്നും നടക്കൂല എന്നാണ് സഹോദരൻ. പല ആളുകളും വിചാരിച്ചത് ഞാൻ ഇതൊക്കെ കൊണ്ടുപോകുന്നതും ഇതൊക്കെ നടക്കുന്നതും ഞാൻ ഒരുത്തൻ ഉണ്ടായത് കൊണ്ടാണെന്നാണ്. സഹോദരൻ, നമ്മളെ മരിച്ചുപോയി ആ കട പൂട്ടിപ്പോകുന്നില്ല. അതൊക്കെ നമ്മുടെ ആരെങ്കിലുമൊക്കെ ഏറ്റെടുത്ത് നടത്തുന്നതാണ്. നമ്മുടെ വീട്ടിലൊരു കല്യാണം ഉണ്ടാകുന്ന സമയത്ത് നമ്മുടെ വീട്ടിൽ വെള്ളം കഴിഞ്ഞു പറഞ്ഞാൽ അത് സാറിന് നമുക്ക് പിറ്റേസം നോക്കാമെന്ന് പറയില്ലല്ലോ. അതിനൊരു ബദല് കണ്ടെത്തൂലേ? പകരം ഒരു കാരണം എന്തെങ്കിലും ഒരാവശ്യം അവിടെ കണ്ടെത്തും.
എങ്കിൽ സഹോദരങ്ങളെ, റമദാനിൽ അവസാന 10 എത്രയോ ഓഫറുകൾ അല്ലാഹു നൽകിയിട്ടുണ്ടെങ്കിൽ ആ സമയത്ത് നമുക്ക് കടയിലാണ് ആ റമദാനിന്റെ സമയം ചെലവഴിക്കാനുള്ളതെങ്കിൽ ഒന്ന് മാറി ചിന്തിക്കണം. അതിനെന്തെങ്കിലും ഒരു പകരം ഒന്ന് കണ്ടെത്തിയിട്ടെങ്കിലും ആ റമദാനിലുള്ള പുണ്യങ്ങളെ ഞാൻ വാരി കൂട്ടുമെന്ന് നമ്മൾ ചിന്തിക്കേണ്ടതുണ്ട്. അതുകൊണ്ടാണ് സഹോദരങ്ങളെ, എത്രയോ പണ്ഡിതന്മാർ ഈ വിഷയത്തെ ഗൗരവമായി കൊണ്ട് പറയുന്നത് കാണാൻ സാധിക്കും. ഇബ്നു റജബ് റഹിമഹുല്ല അദ്ദേഹം പറയുന്ന ചില വാക്കുകൾ കാണാൻ സാധിക്കും. ഖാല ഇബ്നു റജബ് റഹിമഹുല്ല, യാ ഇബ്ന ആദം, ആദമിന്റെ മക്കളെ, ഇദാ അഫ്നൈത ഉംറക ഫീ തലബി ദുനിയ, നിങ്ങൾ ഈ ദുനിയാവ് ഇങ്ങനെ തേടി പിടിക്കാൻ വേണ്ടിയിട്ട് കാലം കഴിച്ചു കൂട്ടിയാൽ പിന്നെ എന്നാ നിങ്ങൾ ഈ ആഖിറം തേടാൻ വേണ്ടിയിട്ട് ഒരു കാലം ഉണ്ടാകുക? എല്ലാ സമയവും ദുനിയാവ് ദുനിയാവ് എന്ന് മാത്രം ചിന്തിച്ചു കൊണ്ടിരുന്നാൽ പിന്നെ എപ്പോഴാണ് ഈ ആഖിറത്തിന് വേണ്ടിയൊന്ന് നിങ്ങൾക്ക് അതിനൊരു തിരക്കുണ്ടാകാൻ, ഒരു സമയമുണ്ടാകാൻ അദ്ദേഹം ചോദിക്കുന്നുണ്ട്. അതുകൊണ്ട് സഹോദരങ്ങളെ, ദുനിയാവൊക്കെ അവിടെ ഉണ്ടാകണം. അതിൽ എന്തെങ്കിലും ഒരു ബദൽ കണ്ടെത്തി, പകരം കണ്ടെത്തിക്കൊണ്ട് കൃത്യമായി ആഖിറത്തെ തേടി പിടിക്കാനുള്ള അവസരങ്ങൾ നമുക്ക് സമയം കണ്ടെത്തണം. പല ആളുകൾ കരുതിയിട്ടുള്ളത് ഇത്രയും കാലമൊക്കെ കുറച്ച് ചെയ്തല്ലോ, ഇനിയിപ്പോൾ കുറച്ചൊക്കെ തിന്മ ചെയ്താലും ഒരു നന്മ കുറഞ്ഞാലും അതൊന്നും ഒരു പ്രശ്നമില്ല എന്നാണ്. എന്താണ് സഹോദരങ്ങളെ, ചില പണ്ഡിതന്മാർ പറയുന്നത് കാണാൻ സാധിക്കും. അബുൽ ആലിയ താബിഈയായ പണ്ഡിതനാണ്. അദ്ദേഹത്തിന്റെ ചില വാക്കുകൾ കാണാൻ സാധിക്കും. യത്തി അലന്നാസി സമാനൻ, ആളുകൾക്ക് ഒരു കാലം വരാനുണ്ട്. എന്താണ് ആളുകളുടെ പ്രത്യേകത? ആ കാലഘട്ടത്തിലുള്ള ആളുകളുടെ ചില ചിന്തകളാണ്. നമ്മളിലും ആ ചിന്ത ഉണ്ടോ എന്ന് ചിന്തിക്കണം, നമ്മളിലും ആ ചിന്തയുണ്ടോ എന്ന് നോക്കണം. അതുപോലെ അദ്ദേഹം പറയുന്നത് എന്താണ്? അവരുടെ സുദൂറുഹും മിനൽ ഖുർആൻ തഹ്സം, അവരുടെ ഖുർആൻ, അവരുടെ ഹൃദയങ്ങളിലുള്ള ഖുർആൻ ഉണ്ടല്ലോ, അതൊക്കെ വീണുടഞ്ഞിട്ടുണ്ടാകും. മാത്രമല്ല വലാ യജ്ദൂന ലഹു ഹലാവത്തും വലാ ലദ്ദാത്തുൻ, അതിന്റെ മാധുര്യം അവർക്ക് അനുഭവിക്കാൻ സാധിക്കുകയില്ല. ഇൻ ഖസറു അലാ അമാ അമിറു ബിഹി, അവരുടെ വാജിബായ ചില കർമ്മങ്ങളൊക്കെ അല്ലാഹ് ചെയ്യാൻ പറഞ്ഞാലും അവരിങ്ങനെ പറയുന്ന ചില വാക്കുകൾ എന്താ? ഇന്നല്ലാഹ ഗഫൂറുർ റഹീം, അല്ലാഹ് പൊറുത്തു തരുന്ന ആളാണല്ലോ. എന്താ കുറച്ച് കുറഞ്ഞു വെച്ചിട്ട് കുഴപ്പമില്ല, അല്ലാഹ് പൊറുത്തു തരും, അല്ലാഹ് പൊറുത്തു തരും. പിന്നെ എന്താണിത് പ്രശ്നം? മാത്രല്ല അവർ പറയുന്നത് ചില കാര്യങ്ങളൊക്കെ അവർ ചെയ്യാതിരുന്നാൽ, വിലക്കിയ ഹറാമൊക്കെ ചെയ്താലും അവർ പറയുന്ന ചില വാക്കുകളാണ് അതൊക്കെ അല്ലാഹ് പുറത്തു തരും. നമ്മൾ ചിർക്കൊന്നും ചെയ്യണില്ലല്ലോ, അല്ലാഹ് അതൊക്കെ പുറത്തു തരും എന്നൊരു ചിന്തയാണ് പല ആളുകൾക്കും. ആ ആളുകളെ കുറിച്ച് അദ്ദേഹം പറയുന്നത് അംറുഹും കുല്ലത്തുൻ അലൈസ ലഹു സിദ്ഖുൻ, എന്താണ് അവരുടെ കാര്യം? അവരുടെ മനസ്സിലൊരു സത്യസന്ധത ഇല്ലാതായല്ലോ എന്ന് അദ്ദേഹം പറയുന്നതായിട്ട് കാണാൻ സാധിക്കും. അതുകൊണ്ട് സഹോദരങ്ങളെ, തുടക്കത്തിൽ ഉണ്ടായിരുന്നത് അതേപടി നിലനിർത്താൻ സാധിക്കണം. അതിനേക്കാൾ ഉഷാർ കൊടുക്കും. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അരക്കെട്ട് ഉറപ്പിച്ചിരുന്നതാണ്, വലിഞ്ഞു മുറുക്കിയിരുന്നാണ്. അത് കുറച്ചുകൂടി ഉഷാറാകാനാണ്, കൂടുതൽ ചെയ്യും. 1 ജുസ് ഓതിയെങ്കിൽ 2 ജുസ് ഓതണം. അതിനു വേണ്ടിയിട്ടാണ് പ്രവാചകൻ അത്രയും ശക്തമായി പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് രണ്ടാമത്തെ വിഭാഗത്തിലാകാൻ പാടില്ല, കൂടുതൽ നന്നായിക്കൊണ്ട് മുന്നേറാൻ നമുക്ക് സാധിക്കണം. മൂന്നാമത്തെ വിഭാഗം, എത്ര റമളാൻ വന്നാലും അതിനൊന്നും തീരെ പരിഗണിക്കാത്ത ആളുകൾ. ഇന്നേ വരെ റമളാനായിട്ട് പോലും ഈ ഒരു 5 വഖത്ത് നമസ്കാരത്തിനൊന്ന് കൃത്യമായി വരാൻ പറ്റാത്ത ആളുകൾ. നോമ്പൊക്കെ അവസരം കിട്ടിയാലൊന്ന് ഒഴിവാക്കാൻ പറ്റുമെന്ന് ഒഴിവാക്കും. ഏതെങ്കിലും ഒരു അവസരത്തിൽ നോമ്പ് ആ തുറക്കുന്നതിന് മുന്നേ എന്തെങ്കിലും ഒരു അവസരം കാരണം കണ്ടെത്തിയിട്ട് അതിനെ മുറിക്കുന്ന ആളുകളാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഒരിക്കൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു സ്വപ്നം കാണിച്ചു കൊടുക്കുന്നുണ്ട്. പ്രവാചകന്മാരുടെ സ്വപ്നം വഹിയാണ്. 2 മലായിക്കത്തുകൾ പ്രവാചകനെ കൂട്ടിക്കൊണ്ടുപോയി ഒരു മലയിടുക്കിലൂടെ കയറാൻ പറഞ്ഞു. പ്രവാചകൻ പറയുന്നുണ്ട്, ഇത് വല്ലാത്ത പ്രയാസമാണല്ലോ, ഇതെങ്ങനെ കയറും? താങ്കൾ കയറുക, താങ്കൾക്ക് അതിന് സാധിക്കുന്ന. അങ്ങനെ കയറുന്ന സമയത്ത് ഒരു ഘോരമായ ശബ്ദം കേട്ടു. ആ സമയത്ത് പ്രവാചകൻ ചോദിക്കുന്നുണ്ട്, എന്താണിത് ശബ്ദം? ആരുടെ ശബ്ദമാണ്? ആ മലായിക്കത്തുകൾ പറഞ്ഞു നൽകുന്നുണ്ട്, അത് നരകത്തിലുള്ള ചില ആളുകൾക്ക് നൽകപ്പെടുന്ന ശിക്ഷയാണ്, കഠിനമായ ശിക്ഷ. അത്രയും ദൂരത്തോളം കേൾക്കുന്ന ആ ശിക്ഷ അത് ആർക്കുള്ള ശിക്ഷയാണ്? നോമ്പിന്റെ സമയത്ത്, ആ നോമ്പിന്റെ സമയമാകാതെ തന്നെ അതിന് മുന്നേ മുറിച്ച ആളുകളാണ്. നോമ്പ് മുഴുവനാക്കുന്നതിന്റെ സമയത്തിന് മുന്നേ തന്നെ അതിനെ മുറിച്ച ആളുകളാണെന്നാണ് പണ്ഡിതന്മാർ ഇതിനെ പറഞ്ഞിട്ട് പറയാണ്. ഒരു നോമ്പ് നോട്ടിട്ട് അതിന് മുറിച്ച ആളുകൾക്ക് ഇതാണ് ശിക്ഷയെങ്കിൽ നോമ്പെന്നെ നോൽക്കാത്ത ആളുകൾക്ക് എന്തായിരിക്കും ശിക്ഷ? കൃത്യമായിട്ട് ചിന്തിക്കണം സഹോദരങ്ങളെ. ആ റമളാനിന്റെ അവസാനമായിട്ടും അതിലേക്കൊന്ന് തിരിച്ച് തൗബ ചെയ്തുകൊണ്ടൊന്ന് മടങ്ങാൻ നമുക്ക് സാധിച്ചിട്ടില്ല എങ്കിൽ ഭയപ്പെടേണ്ടതുണ്ട് സഹോദരങ്ങളെ. ഭയപ്പെടുത്താനല്ല പറയുന്നത്, ഒന്ന് തിരിച്ച് ചിന്തിക്കണം. നിങ്ങൾക്ക് പ്രതീക്ഷയുണ്ട് നിങ്ങൾക്കും. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായി കാണാൻ സാധിക്കും, ഇന്ന റജുല ലയഅമലു സമൻ അത്വീൽ, ദീർഘമായ ഒരു കാലം അയാൾ ജീവിച്ചു. എങ്ങനെയാണ് അയാൾ ജീവിച്ചത്? യഅമലു അഹ്ലുൻ നാർ, നരകത്തിന്റെ കർമ്മങ്ങൾ ചെയ്തിട്ടാണ് അയാൾ ജീവിച്ചിട്ടുള്ളത്. നിസ്കരിച്ചിട്ടില്ല, നോമ്പറ്റിട്ടില്ല, തറാവീഹിനൊന്നും വന്നിട്ടില്ല. ഇതൊക്കെ തന്നെ അയാൾ നരകത്തിലേക്കുള്ള പല കർമ്മങ്ങളും അയാൾ ചെയ്തു. പക്ഷേ
ثم يختم له عمله يعمل أهل الجنة. അവസാനായപ്പോൾ അദ്ദേഹം സ്വർഗത്തിന്റെ കർമ്മങ്ങൾ ചെയ്യുന്ന. അതുകൊണ്ട് പേടിക്കണം സഹോദരങ്ങളെ, സമയമുണ്ട്, നിങ്ങൾക്ക് ചിന്തിക്കാനുള്ള ഒരു സമയം ഇവിടെ ലഭിച്ചിട്ടുണ്ട്. ഈ സമയത്തെങ്കിലും കൃത്യമായിട്ടൊരു അടുക്കും ചിട്ടയും നമ്മുടെ സൽക്കർമ്മങ്ങൾക്കുണ്ടായാൽ, അവസാനം നന്നാക്കിയാൽ, നമുക്ക് ഏറ്റവും നല്ലൊരു അവസാനം ഉണ്ടായാൽ സഹോദരങ്ങളെ സ്വർഗത്തിലെത്താനുള്ള വഴികളുണ്ടെന്ന്. ആരാ സഹോദരങ്ങളെ? പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ എല്ലാ സഹായത്തിനുണ്ടായിരുന്ന ജൂതബാലനൻ. ആ ജൂതബാലൻ അവസാനം മരിക്കാൻ കിടക്കുന്ന സമയത്ത് പ്രവാചകൻ ഒന്ന് ചെന്നിട്ട് എന്താ പറഞ്ഞത്? അസ്ലിം, ഇസ്ലാം സ്വീകരിക്കും. അവസാന നിമിഷമാണ്. ആ നിമിഷത്തിലൊന്ന് ഇസ്ലാം സ്വീകരിക്കുന്നു പറഞ്ഞപ്പോൾ വാപ്പാന്റെ മുഖത്ത് നോക്കുന്നു. ഉപ്പാന്റെ മുഖത്ത് നോക്കിയിട്ട് ഉപ്പ പറഞ്ഞു, അബുൽ ഖാസിം പറയുന്നത് പോലെ ചെയ്തു, ഇസ്ലാം സ്വീകരിച്ചു. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ആ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങിക്കൊണ്ട് പ്രവാചകൻ പറഞ്ഞ വാക്കുകൾ എന്താണ്? അൽഹംദുലില്ലാഹില്ലദി അൻഖദഹു മിനന്നാർ. നരകത്തിൽ നിന്ന് ആ കുട്ടിയെ രക്ഷിച്ച അല്ലാഹുവേ, നിനക്ക് സർവസ്തുതിയും. നരകമായി അയാൾക്ക് നിഷിദ്ധമായി, സ്വർഗം നിർബന്ധമായി. സഹോദരങ്ങളെ, അവസാനം ചെറിയൊരു കർമ്മം. പ്രവാചകന്റെ കൂടെ യുദ്ധത്തിന് പുറപ്പെട്ട ഒരു സ്വഹാബി, ആ സ്വഹാബി ആ യുദ്ധത്തിന്റെ സമയത്താണ് ഇസ്ലാം സ്വീകരിച്ചത്. ഒരു കർമ്മവും അദ്ദേഹത്തിനില്ല, ഒരു സുജൂദ് പോലുമില്ല, നമസ്കാരമില്ല, നോമ്പില്ല, സക്കാത്തില്ല, ഒന്നും ചെയ്തിട്ടില്ല. എന്തേ ഉണ്ടായിട്ടുള്ളൂ? ഇസ്ലാം സ്വീകരിച്ച് നബിയുടെ കൂടെ യുദ്ധത്തിന് പുറപ്പെട്ടു. ഒരു കല്ല് വന്ന് അദ്ദേഹത്തിന്റെ തലയിൽ കൊണ്ടു, അദ്ദേഹം മരണപ്പെട്ടു. എന്താ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്? അമില ഖലീലൻ വ ഉജിറ കതീറൻ. ഒന്നുമില്ല, വളരെ തുച്ഛമായ ചില കർമ്മങ്ങൾ, എന്നാൽ പ്രതിഫലമോ ഉജിറ കതീറൻ, ധാരാളം പ്രതിഫലം കിട്ടിയ. നബിന്റെ കൂടെ ഇതുപോലെ തന്നെ പുറപ്പെട്ട മറ്റൊരു മനുഷ്യൻ, അദ്ദേഹം യുദ്ധത്തിന് പുറപ്പെട്ട് കുതിരപ്പുറത്ത് നിലത്ത് വീണു. കുതിരയുടെ കുടമ്പ് അതിന്റെ അടി കൊണ്ടുകൊണ്ട് അദ്ദേഹം മരണപ്പെട്ടു എന്നാണ്. അദ്ദേഹം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇതുപോലെ പ്രതികരിച്ചതായി കാണാൻ സാധിക്കും. നമ്മൾ എന്ത് പ്രവർത്തിച്ചു എന്നല്ല, അവസാനം എന്താണ്, നമ്മൾ ചെയ്യുന്നതിന്റെ അവസാനം എന്തായി എന്നാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. അതുകൊണ്ട് സഹോദരങ്ങളെ, ഈ ഒരു റമളാൻ അവസാനിക്കുമ്പോൾ ഏറ്റവും നല്ല ഊർജ്ജസ്വലരായിക്കൊണ്ട് കർമ്മങ്ങളിലേക്ക് മുന്നേറുന്ന ആളുകളായി മാറാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല അത്തരത്തിൽ ഏറ്റവും നന്നായി മുന്നേറുന്ന, ഏറ്റവും നല്ല സൽക്കർമ്മങ്ങൾ അധികമായി ചെയ്യുന്ന ആളുകളുടെ കൂട്ടത്തിൽ നമ്മെ ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാണ്. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വൽആഖിബത്തു ലിൽ മുത്തഖീന വലാ ഉദ്വാന ഇല്ലാ അലൽ സാലിമീൻ. അല്ലാഹുവെ സൂക്ഷിച്ച് ജീവിക്കണമേ എന്നൊരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. ഈ റമദാനിൽ നമ്മൾ എല്ലാ സൽക്കർമ്മങ്ങളും കൃത്യമായി ചെയ്യാൻ പരിശ്രമിച്ചിട്ടുണ്ട്. അതിലേറ്റവും കൂടുതൽ പരിശ്രമിക്കേണ്ട, ചെയ്തു തീർക്കേണ്ട ഒരു ബാധ്യതയാണ് സക്കാത്ത്. സക്കാത്തിന് റമദാനുമായി പ്രത്യേകിച്ച് ബന്ധമൊന്നുമില്ല. ഓരോരുത്തരെയും സാമ്പത്തിക അതിൻ്റെ ഹൗല് എപ്പോഴാണ് തികയുന്നത്, ആ സമയത്താണ് നിങ്ങൾ സക്കാത്ത് നൽകേണ്ടത്. സക്കാത്തിന് 2 ഷർത്തുകളാണുള്ളത്. ഒന്നാമത്തത് ഹൗല് തികയുക, രണ്ടാമത്തത് ആ വസ്തുവിന് നിസ്വാബെത്തുക എന്നുള്ളതാണ്. പ്രധാനമായിട്ടും 4 തരത്തിലുള്ള വസ്തുക്കൾക്കാണ് സക്കാത്തുള്ളത്. ഒന്നാമത്തേത് നാണയത്തിൽ. നാണയം എന്ന് പറഞ്ഞാൽ ഇത് നമ്മുടെ സമ്പത്ത് വരും, സ്വർണം വരും, വെള്ളി വരും, എന്തൊക്കെയാണോ അതെല്ലാം അതിൽ ഉൾപ്പെടും. അതിനെല്ലാം കൃത്യമായ നിസാബത്താണ്. നമുക്കറിയാം, സ്വർണമാണെങ്കിൽ അതിൽ 85 ഗ്രാം, 10.5 പവൻ എന്ന് പറയുന്നത്, അതിൻ്റെ കൃത്യമായ നിസാബെത്തിയിട്ടുണ്ട് എങ്കിൽ കൃത്യമായി കൊണ്ട് അതിന് സക്കാത്ത് നൽകണം. അതിൻ്റെ 2.5% സക്കാത്ത് നൽകണം. എന്നൊരു വമ്പിച്ച സംഖ്യയാണെന്ന് കരുതി പല ആളുകളും അതിനെ നൽകാതിരിക്കാൻ ശ്രമിക്കുമ്പോൾ നമ്മുടെ എല്ലാ സക്കാത്ത്, എത്രയൊക്കെ സമ്പത്തുണ്ടോ അതിനൊക്കെ ഹറാമാക്കുകയാണ് യഥാർത്ഥത്തിൽ ചെയ്യുന്നത്. എത്ര ഉണ്ടെങ്കിലും കൊടുക്കണം. ആ സക്കാത്ത് നൽകി വീട്ടിയിട്ടില്ല എങ്കിൽ ബാക്കി എല്ലാ സമ്പത്തും അത് ഹറാമായിട്ട് മാറുന്ന. അതുപോലെ തന്നെ വെള്ളിയുടെ സക്കാത്ത് കൃത്യമായി കൊണ്ട് നമ്മൾ നൽകണം. സാമ്പത്തികമായ സക്കാത്ത്, വെള്ളിയുടെ ആ ഒരു നിസാബിൻ്റെ തത്തുല്യമായ സംഖ്യ നമ്മുടെ അക്കൗണ്ടിൽ 1 വർഷമായിട്ട് അവിടെ കിടക്കുന്നുണ്ട് എങ്കിൽ അതിന് സമ്പത്ത് കൊടുക്കണം. അതൊന്നും പ്രശ്നമല്ല. നമ്മൾ സക്കാത്തില്ല, പ്രശ്നമല്ല, വേറെ എന്തെങ്കിലും കാര്യത്തിന് വിനിയോഗിച്ചിട്ടുണ്ട്, അതൊന്നും കുഴപ്പമില്ല. നിങ്ങൾക്ക് അക്കൗണ്ടിൽ ഒരു ബാലൻസ് ആയിക്കൊണ്ട് അവിടെ 1 വർഷമായിട്ട് അത് കിടക്കുന്നുണ്ട്, ഇത്രയും സമ്പത്ത് കിടക്കുന്നുണ്ട് എങ്കിൽ ആ ഒരു സമ്പത്തിന് നിങ്ങൾ സക്കാത്ത് കൊടുക്കണം. ഇന്ന് ഏകദേശം അതിൻ്റെ ഒരു 1,50,000 മുകളിലൊക്കെ ആയിട്ടാണ് ഏകദേശം അതിൻ്റെ വരുന്നത്. ആ ഒരു ബാലൻസ് നിങ്ങളുടെ കയ്യിലുണ്ട് എങ്കിൽ അതിൻ്റെ സക്കാത്ത് കൊടുക്കണം. നമ്മുടെ പള്ളിയിൽ സക്കാത്ത് കമ്മിറ്റികളുണ്ട്, അപ്പം അതുമായി ബന്ധപ്പെട്ട് നിങ്ങൾ അവർക്ക് നൽകാവുന്നതാണ്. അതല്ലെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ അതിൻ്റെ അർഹതപ്പെട്ട ആളുകൾക്ക് നൽകാവുന്നതാണ്. അതുപോലെ തന്നെയാണ് കച്ചവട വസ്തുക്കളൊക്കെ പ്രത്യേകിച്ച് ശ്രദ്ധിക്കണം. ആ കച്ചവടത്തിൻ്റെ സ്റ്റോക്കും അതുപോലെ ലാഭവും എല്ലാം നോക്കിക്കൊണ്ട് ആണ് അതിൻ്റെ കൃത്യമായി കൊണ്ട് ഇതിൻ്റെ സക്കാത്ത് നൽകേണ്ടത്. എന്താണോ കടയിലുള്ള സ്റ്റോക്ക്, ആ സ്റ്റോക്കിന് ഇപ്പോൾ നമ്മൾ നൽകിയിട്ടുള്ള വിലയും അതുപോലെ നമുക്കുള്ള ഒരു ലാഭം ഉണ്ടാകും. ആ ലാഭവും കിട്ടിയാൽ
അതിൻ്റെ രണ്ടും പാടെ കൂട്ടിയാൽ മിക്സ് ചെയ്താൽ എത്രയാണ് സമ്പത്ത്, ആ സമ്പത്താണ് നമ്മൾ പരിഗണിക്കുന്നത്. അത് ഈ ഒരു നിസാബിൻ്റെ അപ്പുറം കടന്നിട്ടുണ്ട് എങ്കിൽ നമുക്കത് കൃത്യമായി കൊണ്ട് സക്കാത്ത് നൽകണം എന്ന് നമ്മൾ മനസ്സിലാക്കുക. അതുപോലെ തന്നെ കൃഷിയുമായി ബന്ധപ്പെട്ട് ആ കൃഷി എന്ത് ചെയ്യണം, കൃഷിക്ക് പിന്നെ നിസാബ് എന്താണെന്നുള്ളത്, ഹൗല് തികയാന്നുള്ളത് ഒരു വർഷം എന്നുള്ള കണക്കില്ല. കൃഷി ചെയ്യുന്ന ആളുകൾ കൃത്യമായി മനസ്സിലാക്കണം, കൃഷി അത് എപ്പോഴാണോ നമ്മൾ വിളവെടുക്കുന്നത് ആ വിളവെടുക്കുന്ന സമയത്ത് അതിൻ്റെ 5% കൊടുക്കണം. നമ്മൾ പ്രത്യേകിച്ച് അതിന് വിളവൊന്നും നൽകിയിട്ടില്ല, ഒരു നനയൊന്നും നൽകിയിട്ടില്ല, അത് താനെ മുളച്ചുണ്ടായതാണെങ്കിൽ 10% നൽകിയാൽ മതി. എന്നാൽ നമ്മളുടെ കഷ്ടപ്പാടും അധ്വാനവും എല്ലാം നൽകിക്കൊണ്ടാണ് ആ കൃഷി ഉണ്ടായിട്ടുള്ളത് എങ്കിൽ അതിൻ്റെ 5% നമ്മൾ നൽകേണ്ടത്. അതുപോലെ തന്നെയാണ് കന്നുകാലികൾ കൃത്യമായി കൊണ്ട് ആട്, പശു, മാട് ഈ വർഗത്തിലുള്ളതൊക്കെ ഉണ്ട് എങ്കിൽ അതിന് കൃത്യമായി ഓരോ കണക്കുകളുണ്ട്. അതെല്ലാം കൃത്യമായി പഠിച്ചുകൊണ്ട് ഇൻഷാ അല്ലാഹ് അതിൻ്റെ ആ ഒരു സക്കാത്ത് സമയമായിട്ടുണ്ട് എങ്കിൽ നിങ്ങൾ നൽകണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. നമ്മുടെ പള്ളിയുമായി ബന്ധപ്പെട്ട ആ സക്കാത്ത് സെല്ലുണ്ട്, കൃത്യമായി അത് അർഹതപ്പെട്ട ആളുകളിലേക്ക് ഇവിടെ നിന്ന് എത്തിക്കാറുണ്ട്. അതുകൊണ്ട് ഇൻഷാ അല്ലാഹ് എല്ലാവരും ആ ഒരു കാര്യത്തിൽ കൂടി കൃത്യമായ ഒരു ശ്രദ്ധ പുലർത്തണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. മാത്രമല്ല സക്കാത്തുമായി ബന്ധപ്പെട്ട് പറയുമ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സക്കാത്ത് കൂടിയാണ് ഫിത്ർ സക്കാത്ത് എന്ന് പറയുന്നത്. ഫിത്ർ സക്കാത്ത് എന്ന് പറയുമ്പോൾ സക്കാത്ത് എന്ന് പറഞ്ഞാൽ അതിനൊരു പരിധിയുണ്ട്, ഇന്ന ആളുകൾ കൊടുത്താൽ മതി. ഫിത്ർ സക്കാത്ത് അങ്ങനെയല്ല. ഒരാൾക്ക് ഒരു ദിവസം കഴിഞ്ഞുകൂടാനുള്ള എല്ലാ ചെലവും കഴിഞ്ഞിട്ട് ബാക്കി പൈസ ഇരിക്കുന്നുണ്ടെങ്കിൽ ഒലക്കെ കൊടുക്കണം ഫിത്ർ സക്കാത്ത്. വീട്ടിലുള്ള എത്ര ആളുകളുണ്ടോ ആ ആളുകൾക്കെല്ലാം തത്തുല്യമായ ആ ഒരു ഫിത്ർ സക്കാത്ത് അയാൾ നൽകിയിരിക്കണം. അതുകൊണ്ട് എല്ലാ ആളുകളും കൃത്യമായിക്കൊണ്ട് അതിൻ്റെ വിഹിതം അത് എവിടെയാണോ, നിങ്ങളുടെ അടുത്ത പള്ളികളാണെങ്കിൽ അവിടെ അതിൻ്റെ കൂട്ടായ്മകളുണ്ടെങ്കിൽ അതിൻ്റെ കൂടെ നൽകിക്കൊണ്ട് ആ ഫിത്ർ സക്കാത്തിൻ്റെ കാര്യത്തിലും ഒരു പ്രത്യേക പരിഗണന വേണം. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഒരു ഫർള് നിസ്കാരത്തിലുള്ള പോരായ്മകൾ സുന്നത്ത് നിസ്കാരം കൊണ്ട് പരിഹരിക്കപ്പെടും എങ്കിൽ അതുപോലെ തന്നെയാണ് ഈ ഫർള് നോമ്പിലുള്ള പോരായ്മകൾ, അത് ധാരാളം ഒരുപക്ഷെ നമ്മൾ ഉണ്ടായേക്കാം, അതെല്ലാം പരിഹരിക്കപ്പെടുന്നതാണ് ഈ ഫിത്ർ സക്കാത്ത്. അതുകൊണ്ട് കൃത്യമായിക്കൊണ്ട് ആ ഫിത്ർ സക്കാത്തിൻ്റെ വിഷയത്തിലും ഒരു കൃത്യമായ ശ്രദ്ധ ഉണ്ടാകണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇതെല്ലാം കൃത്യമായി ശ്രദ്ധ പുലർത്തിക്കൊണ്ട് ഈ റമളാൻ മാസത്തെ ഏറ്റവും നല്ല കൂടുതലായിക്കൊണ്ട് അതിനെ ഉപയോഗപ്പെടുത്താനും അല്ലെങ്കിൽ സൽക്കർമ്മങ്ങൾ ഏറ്റവും കൂടുതൽ നന്നായിക്കൊണ്ട് വർദ്ധിപ്പിക്കാനും അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ഏവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത്. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത്. അല്ലാഹുമ്മ അഇസ്സൽ ഇസ്ലാമ വൽ മുസ്ലിമീൻ وأذل الشرك والمشركين. اللهم انصر إخواننا في كل مكان. اللهم أنجِ المستضعفين المسلمين في كل مكان. اللهم ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. اللهم ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم واغفر لنا يا غافر المجرمين. والحمد لله رب العالمين.